കരിക്ക് ഫൈനൽ പാർട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു മോശം അറ്റംപ്റ്റ് ആയിരുന്നു. അവരുടെ എല്ലാ വീഡിയോകളും കാണുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ അവർ വിമർശനങ്ങൾ കൂടി അംഗീകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അതിഗംഭീരമായിരുന്നൊരു ഫസ്റ്റ് എപ്പിസോഡായിരുന്നു ജാമിൽ ആദ്യം കരിക്ക് ടീം ചെയ്തു വെച്ചത്. പക്ഷേ ആദ്യം തന്നെ കാറിൻ്റെ ആ ഒരു പരസ്യം പ്ലേസ് ചെയ്തത് ഒരു മോശം ഇൻട്രോ ആയിരുന്നെങ്കിലും അത്യാവശ്യം നല്ലൊരു എൻഡിങ്ങോട് കൂടി ആ എപ്പിസോഡ് പരിപൂർണമായി ടോപ്പ് ലെവലിൽ പൂർത്തിയാക്കാൻ കരിക്ക് ടീമിന് സാധിച്ചു. എസ്പെഷ്യലി അവസാനത്തെ ആ ഒരു ക്രീപ്പി ചിരി ആളുകളെ അടുത്തത് എന്ത് എന്നൊരു ആകാംക്ഷയിലേക്ക് എത്തിച്ചു. വലിയ ലെവലല്ലേലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹ്യൂമറുകളും വർക്കൗട്ടായിരുന്നു. പക്ഷേ രണ്ടാം ഭാഗത്തേക്ക് എത്തിയപ്പോൾ തന്നെ ആദ്യ ഭാഗത്തിൻ്റെ എല്ലാ നിലവാരവും കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പോക്ക് എന്ന് അത്യാവശ്യം ബോധമുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായി കാണണം. കാരണം സെക്യൂരിറ്റിയുടെ പ്രേതത്തെ കോമാളി പ്രേതം എന്നൊരു പ്ലോട്ടിലേക്ക് അവർ ചുരുക്കി. അതിനു പകരം എത്രയോ നല്ല രീതിയിൽ ദുരൂഹമായി മരിക്കുന്ന സെക്യൂരിറ്റിയായോ അല്ലെങ്കിൽ മറ്റൊരു പഴയ താമസക്കാരനെന്ന ഒരു യൂഷ്വൽ പ്ലോട്ടോ കൊടുത്തിരുന്നെങ്കിൽ തന്നെ ഹൊറർ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമായിരുന്നു. അതിന് പകരം ഫ്ലാറ്റിന് ചുറ്റും ഓടിക്കളിക്കുന്ന ഒരു കോമാളി സെക്യൂരിറ്റിയാക്കി പ്രേതത്തെ മാറ്റി. ഹൊറർ കോമഡിയാണ് ഉദ്ദേശിച്ചതെങ്കിലും കോമഡി കാണുന്ന പ്രേക്ഷകന് ഒട്ടും ദഹിച്ചില്ല. അതിൽ പാർട്ടിയുടെ സീൻ കൊള്ളാമായിരുന്നു. ഇതിലും ആഡ് കയറ്റിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ ബോറടിപ്പിക്കുന്ന ആഡ് ആയിരുന്നില്ല. അത് ക്രൂഷ്യൽ മൊമെന്റിൽ തന്നെയാണ് പക്ഷേ ആഡ് കയറ്റിയിട്ടുള്ളത് എന്നൊരു നെഗറ്റീവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ എന്തായാലും ഇത്ര ചെയ്തില്ലേ, ഇനി എന്തേലും ആവട്ടെ എന്നൊരു രീതിയിൽ അത്രയ്ക്കും നിലവാരമില്ലാത്തൊരു തട്ടിക്കൂട്ട് എപ്പിസോഡാണ് അവർ എടുത്തു വെച്ചത്. പ്രേതത്തിൻ്റെ റിവെഞ്ചിനുള്ള കാരണമൊക്കെ LKG കുട്ടികൾക്ക് ആദ്യമായിട്ട് എഴുതാൻ കൊടുത്തിരുന്ന ആ കുട്ടികൾ സെക്യൂരിറ്റിക്കാരനെ കള്ളം തലക്കടിച്ചു കൊന്നുവെന്നോ അങ്ങനെ അയാൾ പ്രേതമായി രാത്രി ആകുമ്പോൾ ചോര കുടിക്കാൻ വരുമെന്നെങ്കിലും എഴുതി വെച്ചേനെ. ഇതൊരുമാതിരി രജിസ്റ്ററിൽ പേരെഴുതാതെ വന്നതിന് റിവെഞ്ച് എടുക്കുന്ന പ്രേതം എന്നൊക്കെ. ഒഴിഞ്ഞു പോയെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഒഴിഞ്ഞു പോകുന്ന പ്ലോട്ടിന് പകരം രജിസ്റ്ററിൽ പേരെഴുതുമ്പോൾ എനർജി പോകുന്ന പ്രേതം. ഇതൊന്നും കാണുന്ന പ്രേക്ഷകനെ ഒട്ടും ദഹിപ്പിച്ചിട്ടില്ല. ഇതിൽ ആദ്യത്തെ എപ്പിസോഡിൽ സെക്യൂരിറ്റി ക്യാരക്ടറിന് 3 വേഷങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുട്ടി, പിന്നെ സെക്യൂരിറ്റി. ഇതിൽ ഭാര്യയെ തീരെ യൂസ് ചെയ്തില്ല. കുട്ടിയെ ഒരു പുഴുപ്പല്ല് ചെക്കനായി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് വിവരമില്ല. ഇങ്ങനെയൊന്നും ചെയ്ത് ക്യാരക്ടറിനെ നശിപ്പിക്കണ്ടായിരുന്നു എന്നാണ് പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അവസാനം ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ട് ജോർജും സീൻ ബ്രിട്ടോവും എൻട്രി എടുക്കുന്നുണ്ട്. പോട്ടെ, ഒരു രസവും ഇല്ലാത്ത മുത്തൂറ്റിൻ്റെ പരസ്യം കൂടി അതിനിടയിൽ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നു. ഏകദേശം 3 മിനിറ്റോളം പരസ്യമുണ്ട്. സോ കരിക്കിൻ്റെ ഈ എപ്പിസോഡ് പേഴ്സണലി നിരാശയാണ് സമ്മാനിച്ചത്. കരിക്കിൻ്റെ അടുത്ത കിഡിലൻ എപ്പിസോഡ് ഞങ്ങൾ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് വി ആർ ഫാൻസ്, വി നോ ദെയർ പൊട്ടൻഷ്യൽ.